Hello, my dear students. So, January 11, 2025 നിങ്ങളുടെ CSCT എക്സാം ആണല്ലോ. ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്ട്രക്ഷൻ ഗൈഡ് ലൈൻസ് തന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്, നമ്മുടെ എക്സാമിൻ്റെ മോഡ് എങ്ങനെയാണ്. അതൊരു റിമോട്ട് പ്രോക്ടേർഡ് മോഡാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ, നിങ്ങളുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ് ഇത്തരം സിസ്റ്റത്തിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ്ലറ്റ്സ് ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ എൻവയോൺമെൻറ്റും നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ എൻവയോൺമെൻറ്റിൽ സൗണ്ട് ഉണ്ടാവാൻ പാടില്ല, കാമായിരിക്കണം. കൂടെ നിങ്ങൾ പ്രത്യേകമായിട്ട് കയ്യിലൊന്നും കരുതാനും പാടില്ല. സോ ഇതിൽ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പം സോഫ്റ്റ്വെയറും ഉണ്ട്, ഹാർഡ്വെയറും ഉണ്ട്. സോഫ്റ്റ്വെയർ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ തരുന്നുണ്ട്, SEB, സേഫ് എക്സാം ബ്രൗസർ എന്ന് പറഞ്ഞിട്ട്. ആ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ എന്തായാലും സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അത് ലേറ്റസ്റ്റ് ആയിരിക്കും വേണം. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാർഡ്വെയർ ആണ്. നിങ്ങളുടെ സിസ്റ്റത്തിൽ മൈക്രോഫോൺ ഉണ്ടാവണം, അതുപോലെ തന്നെ വെബ് ക്യാം അവൈലബിൾ ആയിരിക്കണം, അത് ഫംഗ്ഷനിങ്ങും ആയിരിക്കണം. കാരണം നിങ്ങളുടെ ഈ ഒരു എക്സാമിൽ അവർ ഒരു ഇൻവിജിലേറ്റർ നമ്മളെ എങ്ങനെയാണോ എക്സാമിന് വാച്ച് ചെയ്യുന്നത്, അതുപോലെ ഒരു AI സഹായത്തോടെയും അതിൻ്റെ ബാക്കിൽ ഇൻവിജിലേറ്റേഴ്സും ഉണ്ടാവും, അവർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവിടെ നിങ്ങൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ടോ അല്ലെങ്കിൽ മാൽ പ്രാക്ടീസോ നടത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും അവരത് നോട്ട് ചെയ്യും. ആ ഒരു എക്സാം തന്നെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു എക്സാമിൻ്റെ പ്രിപ്പറേഷൻ സോഴ്സ് എന്തൊക്കെയാണ്. വേറെ എവിടെയല്ല, നമ്മുടെ ICSIയുടെ വെബ്സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ വർക്ക് ബുക്കിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യണം. നമുക്കറിയാലോ നമ്മുടെ എക്സാം എങ്ങനെയാണ്, ഒരു MCQ പാറ്റേൺ ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് ആ ഒരു ടൈപ്പ് എക്സാമിലും നമുക്ക് സ്പീഡ് ഉണ്ടായിരിക്കണം. ഈ എക്സാമിന് ടൈം വരുന്നത് 120 മിനിറ്റ്സ് ആണ്. സോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആവണം. വേറെ ഒരു കാര്യം എന്താണ്, നമുക്ക് ഈ ഒരു എക്സാമിൽ നെഗറ്റീവ് മാർക്സ് ഇല്ല. CSCTയിൽ നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ആ 120 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്സ് ആണോ ഉള്ളത്, ആ മാർക്കിന് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റും. ദെൻ നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം. കയ്യിൽ മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഒരു ഫോട്ടോ ID പ്രൂഫാണ്. ഫോട്ടോ ID പ്രൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാർ, പാസ്പോർട്ട് ഇതെല്ലാം നമുക്ക് നമ്മുടെ കയ്യിൽ വെക്കാം. സോ എക്സാമിൻ്റെ ടൈമിൽ ഇൻ കേസ് അവർ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ അത് കാണിച്ചു കൊടുക്കും. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് പേജിൽ ഇതിന് മുന്നേ നമ്മൾ ഇങ്ങനത്തെ CSCTയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ എക്സാമിൽ അതൊക്കെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എക്സാമിന് നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ ചാൻസിൽ തന്നെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. എന്നിട്ട് എക്സിക്യൂട്ടീവിൽ രജിസ്റ്റർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.